പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ ആദായ നികുതി നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെ പുതിയ 8 ബില്ലുകളാണ് സർക്കാർ അവതരിപ്പിക്കുക. പാർലമെന്റിന്റെ സുഗമമായ നടത്തിപ്പിന് എല്ലാ കക്ഷികളും സഹകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടിരുന്നതാണ്. അതേസമയം തന്നെ പഹൽഗാം ഭീകരാക്രമണം, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി സഭയിൽ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത നിയുക്ത MP സി സദാനന്ദൻ മാസ്റ്ററുടെ സത്യപ്രതിജ്ഞയും ഇന്നുണ്ടാകും. വിവരങ്ങളുമായി ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷം വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രാഗി, ഗുഡ് മോർണിംഗ്. ഡൽഹിയിൽ നിന്നും ഇന്ന് രാഷ്ട്രീയ വാർത്തകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. 12 നിർണായക ബില്ലുകൾ ഈ വർഷകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരും എന്ന് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഈ വർഷകാല സമ്മേളനത്തിൽ ഏത് തരത്തിലായിരിക്കും സർക്കാരിനോട് സമീപനമുണ്ടാവുക എന്നുള്ളതാണ്. തൽക്കാലം അവർ തീരുമാനിച്ചിരിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ളതാണ്. പഹൽഗാമിലെ ഭീകരാക്രമണം, അതോടൊപ്പം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം, ഒപ്പം ഈ അഹമ്മദാബാദിലെ വിമാനാപകടം എന്നിവ ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ യോജിച്ച് നീങ്ങാൻ ഇന്ത്യ സഖ്യം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പാർലമെൻറ്റിനുള്ളിൽ വലിയ തോതിൽ പ്രതിഷേധങ്ങൾക്ക് വട്ടം കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ യുദ്ധം അവർ നിർത്തിയതായുള്ള, അമേരിക്ക പറഞ്ഞതിന് ശേഷമാണ് യുദ്ധം നിർത്തിയത് എന്നുള്ള പരാമർശം, അത് രാഹുൽ ഗാന്ധി അടക്കം ഒരുപക്ഷെ പാർലമെൻറ്റിൽ ഉയർത്തിക്കാണിക്കുകയും ചെയ്യും. അതിനോട് എന്ത് സമീപനം സർക്കാർ സ്വീകരിക്കും എന്നതടക്കം നിർണായകമാകും. ഒരു കാര്യം ഉറപ്പാണ്, പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനവും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയാണ്. ഇത് സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് സുഗമമായി സഭ നടത്താൻ ഒപ്പമുണ്ടാകണം, ഏത് വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു മൂഡ് വെച്ച് അതിനുള്ള സാധ്യത കാണുന്നില്ല. രണ്ടാമത്തേത് ശശി തരൂരുമായി ബന്ധപ്പെട്ടാണ്. ശശി തരൂർ നിലവിൽ തങ്ങൾക്ക് എതിരെ തന്നെ എന്തെങ്കിലും നിലപാടെടുക്കുമോ, പാർലമെൻറ്റിൽ ഈ നയതന്ത്ര പ്രതിനിധി സംഘത്തെ നയിച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുമോ എന്ന് കോൺഗ്രസിന് ഭയമുണ്ട്. അക്കാര്യത്തിൽ എന്താകും തരൂരിൻ്റെ നീക്കം? കേന്ദ്രം ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് അത് സംബന്ധിച്ച് സംസാരിക്കാൻ അവസരം നൽകുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. മറ്റൊന്ന്, സി സദാനന്ദൻ മാസ്റ്ററുടെ സത്യപ്രതിജ്ഞയാണ്. കേരളം കാത്തിരിക്കുന്ന സത്യപ്രതിജ്ഞ ഇന്നാണ്. സി സദാനന്ദൻ മാസ്റ്റർ 9:30 കേരള ഹൗസിൽ നിന്നും പുറപ്പെടും. പിന്നീട് അവിടെ മന്ത്രി ജോർജ് കുര്യൻ അടക്കമുള്ള മന്ത്രിമാർ അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്യും ഈ സത്യപ്രതിജ്ഞ വേദിയിലേക്ക്. മറ്റൊന്ന്, BJP നേതാക്കൾ K. സുരേന്ദ്രൻ, V. മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും തന്നെ ഇതിനോടകം തന്നെ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. P.K. കൃഷ്ണദാസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷികളാവുകയും ചെയ്യും. ശ്രീകാന്ത്, ഞാൻ ആലോചിക്കുകയായിരുന്നു, സദാനന്ദൻ മാസ്റ്ററുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കേരളത്തിലെ അക്രമ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വലിയൊരു തിരിച്ചടി കൂടിയാണ് അല്ലേ ശ്രീകാന്ത്? സദാനന്ദൻ മാസ്റ്ററുടെ പ്രതികരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേട്ടതാണ്. അദ്ദേഹം ഈ പഴയ കാര്യങ്ങൾ, ഈ അക്രമ സംഭവങ്ങൾ, പഴയ കാര്യങ്ങൾ ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ല, കേരളത്തിൻ്റെ വികസന രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. അദ്ദേഹം ഡൽഹിയിലെത്തിയപ്പോൾ നൽകിയ സ്വീകരണത്തിലും പറഞ്ഞത് അങ്ങനെയാണ്. വികസിത ഭാരതത്തിനൊപ്പം വികസിത കേരളം, അതാണ് തൻ്റെ സ്വപ്നം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തന്നാൽ കഴിയുന്നത് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ഇനി ഒരു പ്രശ്നത്തിലേക്ക്, വിവാദത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ സദാനന്ദൻ മാസ്റ്റർ നോമിനേറ്റ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ തുടങ്ങിയ സംഭവങ്ങൾ, ആ മഴപ്പെയ്ത്ത് ഇനിയും തോർന്നിട്ടില്ല. ഇപ്പോഴത് മരം പെയ്ത്തായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് CPIMൻ്റെ ഈ പാർലമെൻറ്റിലെ പ്രതിനിധികളാണ്. ഇത്രയും നാൾ അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ അക്രമം സംഭവങ്ങൾ CPIMൻ്റെ ഭാഗത്തുനിന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയ എതിരാളികളെ അവർ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് ശബ്ദിക്കുന്ന തെളിവായി മാറാൻ പോവുകയാണ് ഈ പാർലമെൻറ്റിനുള്ളിൽ സി സദാനന്ദൻ മാസ്റ്റർ. തീർച്ചയായും ശ്രീകാന്ത്, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം
ആവുകയാണ്. പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിനൊക്കെ പ്ലാൻ ഇടുന്നുണ്ട്. അതിനിടയിലാണ് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത നിയുക്ത MP സി സദാനന്ദൻ മാസ്റ്ററുടെ സത്യപ്രതിജ്ഞയും ഇന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കേണ്ട, നമുക്ക് വികസിത ഭാരതം, ആ ഒരു സ്വപ്നത്തിലേക്ക് നടക്കാം, ആ ഒരു രീതിയിലേക്കായിരിക്കണം ലക്ഷ്യങ്ങൾ എന്നുള്ളത്. പക്ഷേ ഇവിടെ ചിലർക്ക് അതൊന്നും അത്ര പെട്ടെന്ന് വിസ്മരിക്കാൻ സാധിക്കില്ല എന്നുള്ളതും വസ്തുത തന്നെയാണ്. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.